ഈ ജൂനിൽ ലാബസ്റ്റ് പഠിക്കുന്നവരെ കാണിക്കുന്ന മണ്ടത്തരമുണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. എക്സാമുകൾ മാത്രം ചെയ്യും, അതല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് റാങ്ക് ഫയൽ മാത്രം ചെയ്യും. മാസ്റ്റർ കീ അക്കാഡമിക്ക് ഓൾറെഡി റാങ്ക് ഫയൽ ഉണ്ട്, അതിപ്പോൾ ഉടനെ തന്നെ ഓഗസ്റ്റ് തന്നെ നമുക്ക് റിലീസാകും. അപ്പോൾ എല്ലാ കുട്ടികളും സാറേ ഞങ്ങൾ റാങ്ക് ഫയൽ വന്നിട്ട് പഠിക്കാം, റാങ്ക് ഫയൽ വരട്ടെ, അതൊരു വെയിറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, റാങ്ക് ഫയൽ നമ്മുടെ കോഴ്സിനൊപ്പം സൗജന്യമായി നൽകുന്ന കാര്യമാണ്. അവിടെ കോഴ്സാണ് പ്രധാനമായി പഠിക്കേണ്ടത്. റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഓരോ മൊഡ്യൂളിലെയും മാക്സിമം ചോദ്യങ്ങൾ, 4 ഓപ്ഷനുകൾ, എക്സ്പ്ലനേഷൻ മാത്രമാണ്. അപ്പോൾ നിങ്ങളത് പഠിക്കണമെങ്കിൽ ആദ്യം കോൺസെപ്റ്റ് സെറ്റാക്കണം. നിങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കുന്ന ജോലി കിട്ടാൻ വേണ്ടിയല്ലേ? ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുമ്പോൾ എന്ത് വേണം? ഉയർന്ന റാങ്ക് വേണം. ശരിയാണല്ലോ? ശരിയാണ്. ആ ഉയർന്ന റാങ്ക് വേണമല്ലോ. എന്ത് വേണം? റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ പോരാ. എപ്പോഴും റാങ്ക് ഫയൽ പഠിക്കേണ്ടത് റിവിഷനായിട്ടാകണം. മാക്സിമം ചോദ്യങ്ങൾ നമ്മളിലേക്ക് എത്താൻ വേണ്ടി ആകണം. പഠിച്ച കോൺസെപ്റ്റിൽ ഉറപ്പിക്കാൻ വേണ്ടി ആകണം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല സൂപ്പറായിട്ട് പഠിക്കണം, കോൺസെപ്റ്റ് പഠിക്കണം. അതിന് കോഴ്സ് എടുത്തേ മതിയാകൂ. അപ്പോൾ എല്ലാവരോടും പറയട്ടെ, ഒരു ചെറിയ ഫീസ് മാത്രമേ മാസ്റ്റർ കീ അക്കാഡമി ഈടാക്കുന്നുള്ളൂ. ഒപ്പം റാങ്ക് ഫയൽ സൗജന്യമാകും. ആദ്യം കോൺസെപ്റ്റ് പഠിക്കുക, പിന്നീട് റാങ്ക് ഫയൽ വർക്കൗട്ട് ചെയ്യുക. അതാണ് കറക്റ്റ് മെത്തേഡ്. വീണ്ടും പറയുന്നു, ആദ്യം കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, പിന്നീട് നമ്മുടെ എക്സാമ്പിൾ എഴുതുക, പിന്നെ റാങ്ക് ഫയൽ നോക്കുക. അതാണ് സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുന്നത്. അല്ലാതെ റാങ്ക് ഫയൽ മാത്രം പഠിച്ചിട്ട് ഉയർന്ന റാങ്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക. ഫുൾ കോഴ്സ് കിട്ടും, കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കാൻ പറ്റും, റാങ്ക് ഫയലും കിട്ടും. ഓക്കെ, താങ്ക്